എൻ്റെ പേര് നഫ്രശാന്ത്, ഡീലർ ഭാരത് പെട്രോളിയം, അഖില പെട്രോളിയം, സുൽത്താൻ ബത്തേരി. ഞങ്ങൾ ഈ സംരംഭം ആരംഭിക്കുന്നത് 2006 ഒക്ടോബറിലാണ് നമ്മൾ കമൻസ് ചെയ്യുന്നത് ബിസിനസ്. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് ടാങ്കർ ലോറികൾ ഉണ്ടായിരുന്നില്ല. 2 വർഷം ബിസിനസ് റൺ ചെയ്തതിന് ശേഷം നമ്മൾ 2008 ടാങ്കർ ലോറി എടുക്കാമെന്നുള്ള ഒരു തീരുമാനം വന്നു. അപ്പോൾ ഞങ്ങളുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് 12 KL ചെറിയ ടാങ്കർ ലോറി മതി എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ആദ്യം പോയിക്കൊണ്ടിരുന്നത്. ആ വെഹിക്കിൾ 2008 മേടിച്ച് അതിനുശേഷം 2013 ആകുമ്പോൾ 5 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ റിക്വയർമെൻറ്റ്, ലോഡിൻ്റെ റിക്വയർമെൻറ്റ് കൂടുന്നതിനനുസരിച്ച് ഞങ്ങളത് ലോഡ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെഹിക്കിൾ നോക്കിയപ്പോൾ അപ്പോഴാണ് റീസെൻ്റായിട്ട് 2012 വെഹിക്കിൾ ഭാരത് ബെൻസ് ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നത്. 2012 ഡിസംബറിൽ എറണാകുളം ആലുവ ഷോറൂമിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്യും. നമുക്ക് 20 KL ചോയ്സ് ആയിട്ടുള്ളത് അന്ന് അവർ പറഞ്ഞു വന്നിട്ട് 2523 R എന്ന വെഹിക്കിളാണ് അവരന്ന് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ സജസ്റ്റ് ചെയ്ത പ്രകാരം നമ്മളത് പർച്ചേസ് ചെയ്തു. വെഹിക്കിൾ റൺ ചെയ്യാൻ തുടങ്ങുന്നത് 2013 ഏപ്രിൽ തൊട്ടാണ് റൺ ചെയ്യാൻ തുടങ്ങുന്നത്. ഭാരത് പെട്രോളിയം കമ്പനിയിലെ ഫസ്റ്റ് ടാങ്കർ ലോറിയാണ് നമ്മുടെ ഭാരത് ബെൻസ്. ഇപ്പോൾ 11 ഇയേഴ്സിലേക്ക് നമ്മൾ കടക്കുന്നു. വെഹിക്കിളിനെ സംബന്ധിച്ച് ഇന്നേ വരെ യാതൊരു ബുദ്ധിമുട്ടും യാതൊരു പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. റെഗുലർ സർവീസും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തു പോകുന്നുണ്ടായിരുന്നു. 7 ഇയേഴ്സ് ആയപ്പോൾ നമുക്ക് 8 lakhs കഴിഞ്ഞു. അതിനുശേഷം പിന്നെ കോവിഡും ഇതും കാരണം കുറച്ച് മൂവ്മെൻറ്റ് സ്ലോ ആയി. ഇപ്പോൾ 2013 നമ്മൾ വന്നിട്ട് 10 lakh കിലോമീറ്റേഴ്സും 30,000 വർക്കിംഗ് ഹവേഴ്സും കംപ്ലീറ്റ് ചെയ്ത സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഞങ്ങൾ ഈ 12 KL ലോഡ് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് ആഴ്ചയിലൊരു 3 ലോഡ് 4 ലോഡൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോഴും നമ്മൾ ഔട്ട്സൈഡ് വെഹിക്കിളിനെയും കുറച്ച് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഈ വെഹിക്കിൾ എടുത്തതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് അതർ വെഹിക്കിൾസ്, PCO വെഹിക്കിൾ എന്ന് പറയും, അതിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് തന്നെ നമ്മളെ വെഹിക്കിൾ തന്നെ നല്ല രീതിയിൽ ഡെയിലി നമുക്ക് ലോഡ് എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ കോവിഡിന് മുന്നേ ഏകദേശം ബിറ്റ്വീൻ 20 to 24 ലോഡ്സ് ഒരു മാസം നമ്മൾ ഈ വെഹിക്കിൾ വെച്ച് നമ്മൾ എടുത്തുകൊണ്ടിരുന്നു. നമ്മുടെ വെഹിക്കിളിൽ 2 ഡ്രൈവേഴ്സാണ് ആദ്യം തൊട്ടേ പോയിക്കൊണ്ടിരുന്നത്. അവർ കണ്ടിന്യൂസ് ആയിട്ട് പെർ മന്ത് 24 ലോഡ്സ്, അതായത് ഇവിടെ നിന്ന് ഇരുമ്പനം, നമുക്ക് എറണാകുളം ഇരുമ്പനം എത്തണം. പഴയ റോഡ് കണ്ടീഷൻ അനുസരിച്ച് 9 to 10 hours റണ്ണിങ് ടൈം എടുക്കുമായിരുന്നു. ആ 9 to 10 hours റണ്ണിങ് ടൈം ഇവർ 2 പേരും കൂടെ ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്ത് ഓടിച്ച് 24 hours ഓൾമോസ്റ്റ് റണ്ണിങ് ആയിരിക്കും ഇവർ. അവർക്ക് ഈ വെഹിക്കിളിൻ്റെ കംഫർട്ട് കാരണമാണ് നമുക്ക് ആ ഒരു രീതിയിൽ ആ 24 ലോഡ്സൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. ഈ പ്രീ കോവിഡിൻ്റെ സിറ്റുവേഷനാണ് പറയണത്. ഇപ്പോൾ വന്നിട്ട് ബിറ്റ്വീൻ 13 and 16 ലോഡ്സാണ് മന്ത്ലി വരുന്നത് നമുക്ക്. എന്നാലും ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഓൾമോസ്റ്റ് ഇവർ തന്നെ 9 lakh കിലോമീറ്റേഴ്സ് ഈ 2 ഡ്രൈവേഴ്സ് തന്നെയാണ് നമ്മുടെ വെഹിക്കിൾ ഓടിച്ചിരിക്കുന്നത്. വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല വണ്ടിയാണ്. യാത്ര ചെയ്യാനായാലും വണ്ടി ഓടിക്കാനായാലും ഡ്രൈവർമാർക്ക് ക്ഷീണങ്ങളില്ല. എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഇരുന്ന് ധൈര്യമായിട്ട് ഓടിക്കാൻ ക്ഷീണങ്ങളില്ല. വളരെ സേഫ്റ്റിയായൊരു വാഹനമാണ് ഭാരത് ബെൻസ്. ഞാൻ ഇതിൽ കയറിയിട്ട് 10 വർഷമായി. ഇപ്പോൾ ഏകദേശം 10 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞു വണ്ടി. ഇന്ന് വരെ മേജറായിട്ടൊരു പണികൾ ഇന്ന് വരെ വന്നിട്ടില്ല. എഞ്ചിനായാലും ഗിയർ ബോക്സ് ആയാലും ഹൗസിംഗ് ആയാലും ഇന്നുവരൊരു പണി വന്നിട്ടില്ല. ആ ഭാഗത്തേക്ക് സ്റ്റാൻഡായിട്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല എന്ന കാര്യം. നമ്മൾ കോവിഡ് വന്നതിന് ശേഷം ഈ പെട്രോൾ പമ്പ് ബിസിനസ്സിലൊക്കെ ശരിക്കും ഒരു ബ്രേക്ക് വന്നു. ബ്രേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെഹിക്കിളിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ വളരെ കുറവായിരുന്നു ആ സമയത്ത്. ആ ഒരു 2 വർഷം കഴിഞ്ഞ് ബിസിനസ് പൂർവാധിക ശക്തിയോടെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഒരുപാട് പുതിയ പെട്രോൾ പമ്പ് വരികയും നമ്മുടെ സുൽത്താൻ ബത്തേരി ബോർഡർ ഏരിയ ആയതുകൊണ്ട് വലിയ വെഹിക്കിൾസിൻ്റെ സെയിലെല്ലാം കർണാടക സൈഡിലേക്ക് പോവുകയും നമ്മുടെ ലോഡ് 20 to 24 നേരെ
13 to 16 നമ്മൾ കുറഞ്ഞു വരികയും ചെയ്തു. അത് വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ 10 lakh കിലോമീറ്റേഴ്സും ഈ 30,000 അവേഴ്സും ആക്ച്വലി നമ്മളൊരു 3 വർഷം മുന്നേ കവർ ചെയ്ത് പോകേണ്ട സമയം ശരിക്കും അത് എക്സീഡ് ചെയ്തു. ഫസ്റ്റ് സർവീസ് മാത്രം നമ്മൾ എറണാകുളത്ത് നിന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ സർവീസ് എല്ലാം നടന്നത് കാലിക്കറ്റ് ഓട്ടോബാൻ ട്രക്കിങ്ങിൽ തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. നമ്മൾ കിലോമീറ്റേഴ്സ് അധികം പോകുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ അവർ ഓട്ടോബാൻ ട്രക്കിംഗ് വന്നിട്ട് അവരുടെ കീ അക്കൗണ്ടിലേക്ക് ഞങ്ങളെ മാറ്റുകയും അതിന് ശ്രീജിത്ത് കീ അക്കൗണ്ട് മാനേജറെ ഞങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് മാനേജറെ പോലെ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരികയും അതിനുശേഷം എല്ലാ കാര്യങ്ങളും ശ്രീജിത്തിൻ്റെ ത്രൂ, അതായത് വർക്ക് വരുന്നതും ബില്ലിങ്ങും കാര്യങ്ങളും എല്ലാം പുള്ളിക്കാരൻ നല്ല ഹെൽപ്പായിരുന്നു. നമ്മൾ ഇൻസ്പെക്ഷന് കൊണ്ടു ചെല്ലുന്ന സമയത്താണെങ്കിലും ഏത് അർദ്ധരാത്രി ആണെങ്കിലും നമുക്ക് ഓട്ടോബാൻ ട്രക്കിങ്ങിൻ്റെ ശരിക്കും നല്ലൊരു ഹെൽപ്പ് ഈ ഒരു വെഹിക്കിളിനെ സംബന്ധിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പെട്രോൾ പമ്പ് ഒരു ഡൈവേഴ്സിഫൈഡ് ബിസിനസ്സാണ്. നമ്മുടെ മെയിൻ ബിസിനസ് ഫാമിലിയുടെ അഗ്രികൾച്ചറാണ്. അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് ഞങ്ങൾക്ക് വേറെയും ഒരുപാട് ട്രക്കുകൾ ഉണ്ടായിരുന്നു ഇതിനു മുന്നേ. ഈ ഭാരത് ബെൻസ് 2013 മേടിച്ചതിന് ശേഷം ഞങ്ങളുടെ ഇതിൻ്റെ പെർഫോമൻസും മൈലേജും സർവീസ് കോസ്റ്റും ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ബോധ്യമായപ്പോൾ ബാക്കിയുള്ള ട്രക്കുകളെല്ലാം ഉപേക്ഷിച്ച് ഏകദേശം 5 ഭാരത് ബെൻസ് ട്രക്ക് ഞങ്ങൾ പല വെർട്ടിക്കൽ ബിസിനസ്സിലേക്കും ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തു. ഇത് ബേസിക്കലി ഞങ്ങൾക്ക് കിട്ടിയ സർവീസിൻ്റെയും ഇതിൻ്റെയും അഡ്വൈസിൻ്റെയും പുറത്താണ് നമ്മൾ ഈ വെഹിക്കിൾ വീണ്ടും ഭാരത് ബെൻസിലേക്ക് ചൂസ് ചെയ്യാൻ കാരണം. ഫാമിലിയിൽ ഡാഡിയാണ് ബാക്കിയുള്ള ബിസിനസ്സൊക്കെ നോക്കുന്നതെങ്കിലും പുള്ളിക്കാരനും ഈ വെഹിക്കിളിനെ കുറിച്ച് നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ 10 ഇയേഴ്സായി. ഞങ്ങൾ മാറ്റണോ വേണ്ടയോ എന്ന് നോക്കി നിൽക്കുമ്പോൾ വീണ്ടും ഒരു 5 ഇയേഴ്സ് വെഹിക്കിൾ ഓടിച്ച് മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് ഫാമിലിയുടെ ഡിസിഷൻ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ അങ്ങനെ മേജർ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. AMCയിൽ കവറാകുന്ന എല്ലാം ഓട്ടോബാൻ ട്രക്കിംഗ് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്ത് എല്ലാം നമുക്ക് ഇതുവരെ കറക്റ്റ് ടൈമിൽ ഓൺ ടൈമിൽ എല്ലാം ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മുടെ വെഹിക്കിളിൻ്റെ പെർഫോമൻസ് കണ്ടതിന് ശേഷം ബാക്കിയുള്ള പമ്പുകൾ നമ്മളെടുത്ത് അന്വേഷിക്കും. വെഹിക്കിളിൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കും മനസ്സിലാകാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ട്രക്സ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ആ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എല്ലാവരും സജഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുവിധ ആൾക്കാരെല്ലാം ചോദിച്ചവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു നല്ല പെർഫോമൻസ് ആണ്, സർവീസും നല്ല ബാക്കപ്പ് ഉണ്ട്, ഏത് സമയവും ഇത് 24 hours ഓടുന്ന വെഹിക്കിൾ ആയതുകൊണ്ട് ഏത് സമയം വിളിച്ചാലും അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം വയനാട് മേഖലയിൽ ഒരുപാട് ഡീലേഴ്സ് നമ്മുടെ ഭാരത് ബെൻസ് തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ സർവീസും നമ്മളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റും മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 100% ഞാൻ ഭാരത് ബെൻസിനെ സജസ്റ്റ് ചെയ്യുന്നു.